ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിഞ്ചർ ഹബിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഐസ്ക്രീമാണ്. നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് 6 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. ഇപ്പോൾ 6 മണിക്കൂറായിട്ടുണ്ട്. അതായത് ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നുറുക്ക് ഗോതമ്പിൻ്റെ പാല് കിട്ടാനായിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് എനിക്ക് 1.5 കപ്പ് നുറുക്ക് ഗോതമ്പിൻ്റെ പാല് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇനി 3/4 കപ്പ് പഞ്ചസാര ചേർക്കാം. അതിനുശേഷം 1 കപ്പ് പശുവും പാല് ചേർക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇതിനെ ഇനി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് 2 മണിക്കൂറത്തേക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഐസ്ക്രീം നന്നായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഹൈറ്റുള്ള കണ്ടെയ്നർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിന് ഫ്രീസറിൽ 2 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതൊന്നിനി ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റോ അല്ലെങ്കിൽ 6 മണിക്കൂർ സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഓവർനൈറ്റാണ് സെറ്റ് ചെയ്യാൻ വെച്ചത്. ഐസ്ക്രീമിൻ്റെ മുകളിൽ ഐസ് ക്രിസ്റ്റൽസോ ഒന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്കൂപ്പ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ സ്കൂപ്പ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഐസ്ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പിൻ്റെ ഐസ്ക്രീം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ.